2024 ഏറ്റവും മോശപ്പെട്ട 8 സിനിമകൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയ, ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ട 8 സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ സിനിമകളിൽ പലതും എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നു, പിന്നെ കാശ് കൊടുത്തതല്ലേ എന്ന് കരുതി ഇരുന്ന് കണ്ടതാണ്. അതിനകത്ത് ഒന്നാമത്തെ ഫിലിമാണ് പ്രേംശങ്കർ ഡയറക്ട് ചെയ്ത തെക്കു വടക്ക്. ഇതിന്റെ IMDb റേറ്റിംഗ്, അതായത് ഇന്റർനെറ്റ് മൂവി ഡാറ്റ റേറ്റിംഗ് 10ൽ 3.9 മാത്രമേ ഉള്ളൂ. സുരാജ് വെഞ്ഞാറമൂടും വിനായകനും കൂടെ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. അവരുടെ ഗെറ്റപ്പ് ഒക്കെ നന്നായിരുന്നെങ്കിലും സിനിമ പക്ക ബോറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. രണ്ടാമത്തെ സിനിമയാണ് ഗിർ. 10ൽ 4 മാത്രമാണ് IMDb റേറ്റിംഗ് വന്നിരിക്കുന്നത്. ജോയ് കെ ഡയറക്ട് ചെയ്ത് സുരാജ് വെഞ്ഞാറമൂടും ബോബൻ, നമ്മുടെ കുഞ്ചാക്ക ബോബനും ഒക്കെ ആയിട്ട് അഭിനയിച്ച ഈ സിനിമ മൃഗശാലയിലെ ആ ഒരു കാട്ടിക്കൂട്ടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി ഓടാൻ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി അടുത്ത മൂന്നാമത്തെ സിനിമ നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നമ്മുടെ ലാലേട്ടന്റെ സിനിമയായ മലൈക്കോട്ടെ വാലിബൻ. ഈ സിനിമയും ഒരു എല്ലാ തരക്കാർക്കും പറ്റിയ ഒരു സിനിമയല്ല. എനിക്ക് ഒട്ടും ത്രില്ലിംഗ് ആയിട്ട് ഒന്നും തോന്നാത്തൊരു സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. ഈ സിനിമയിലും എനിക്ക് തിയേറ്ററിൽ പോയി കണ്ട് ഇഷ്ടപ്പെടാതെ പോയ ഒരു സിനിമയായിരുന്നു. 10ൽ 6 IMDb റേറ്റിംഗ് വന്നിട്ടുണ്ട്. ഈ സിനിമ കണ്ട 70% പേർക്കും ലൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ നമുക്കൊരു കൊമേഴ്ഷ്യലി സക്സസ് ആയിട്ടോ ഒരു സാധാരണ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താനോ കഴിയാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മൾ ഈ സിനിമ ഇങ്ങനെ അതായത് നമ്മൾ OTT-ലൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തപ്പി പിടിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നായിരിക്കാം. അടുത്തത് നമ്മൾ 4ാമത്തെ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ ഒന്നും കൂടെ ഇരുത്തി ആലോചിച്ച് നമ്മൾ OTT-ൽ കണ്ടപ്പോഴാണ് ഈ സിനിമയിലെ ആ ഒരു പ്രണവിന്റെ ആ ഒരു ഗെറ്റപ്പും കാര്യങ്ങളും ഒക്കെ, അതുപോലെ ഈ സിനിമയിലെ കുറെ സംഭാഷണങ്ങളായാലും ആ പാട്ടായാലും ഒക്കെ ഒരു റിപ്പീറ്റ് പോലെ ഒരു ആകെ മൊത്തം ടോട്ടൽ ഒരു ബോറ് ഫിലിമായിട്ടാണ് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് OTT-ൽ കണ്ടപ്പോൾ തോന്നിയത്. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിലായിരുന്നു വന്നത്. പ്രണവ് ധ്യാൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ സിനിമ കൊമേഴ്ഷ്യലി സക്സസ് ആയിരുന്നു. 80 കോടിയോളം കളക്ഷൻ തിയേറ്ററിൽ നിന്ന് നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആവറേജ് പ്രേക്ഷകരെ പിന്നീട് OTT-ൽ തൃപ്തിപ്പെടുത്താതെ ട്രോളുകളുമായി വാരിക്കൂട്ടിയ ഒരു സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. അടുത്തത് ഗുരുവായൂർ അമ്പലനടയിൽ. ഇത് 5ാമത്തെ ഫിലിമായിട്ടാണ് പറയുന്നത്. ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ വർക്കായിട്ടുണ്ടെങ്കിലും മഹാഭൂരിഭാഗവും വളരെ ബോറായിട്ടാണ് തോന്നിയത്. എനിക്ക് പേഴ്സണലി ആണ് പറഞ്ഞത്. ഈ സിനിമയൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടായേക്കാം. IMDb റേറ്റിംഗ് 6.6 ഔട്ട് ഓഫ് 10 വന്നിട്ടുണ്ട്. പ്രദീപ് ആയിരുന്നു സംവിധാനം ചെയ്തത്. പൃഥ്വിരാജിനെ കൂടാതെ ബേസിലും കൂടെ ഈ സിനിമയിൽ ഒരു പ്രധാന റോളിൽ വന്നിരുന്നു. അവസാനത്തെ ആ ഒരു അമ്പലത്തിലുള്ള കാട്ടിക്കൂട്ടലും പാട്ടും ഒക്കെ വളരെ മോശമായിട്ട് തോന്നി. വളരെ ബോറായിട്ട് എനിക്ക് തോന്നിയ ഒരു സിനിമയായിരുന്നു. അടുത്തത് 6ാമത്തേത് മലയാളി ഫ്രം ഇന്ത്യ. നമ്മുടെ നിതിൻ പോളിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി അഭിനയിച്ച സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. ഈ സിനിമ വളരെ പരാജയമായിട്ടാണ് എനിക്ക് തോന്നിയത്. 5.6 ഔട്ട് ഓഫ് 10 ആണ് ഇതിനകത്ത് IMDb റേറ്റിംഗ് വന്നിട്ടുള്ളത്. ഡിജോ ജോൺ ആന്റണിയാണ് ഇത് ഡയറക്ട് ചെയ്ത്. നിവിൻ പോളിയെ കൂടാതെ ധ്യാൻ ശ്രീനിവാസനും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി വളരെ മോശമായിട്ട് തോന്നിയ ഒരു സിനിമയായിരുന്നു. ഇനി തമിഴിൽ നിന്നും 2 സിനിമ പറഞ്ഞില്ലെങ്കിൽ മോശമാവില്ലേ എന്ന് കരുതി ഞാൻ ഇട്ടതാണ്. ഏറ്റവും കൂതറ ഫിലിമുള്ളെന്ന് തന്നെ പറയാം, ഇന്ത്യൻ 2. ആ ഇന്ത്യൻ 1ന്റെ ആ ഒരു വില കളഞ്ഞ ഫിലിം തന്നെയായിരുന്നു ഇന്ത്യൻ 2. തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത അത്തരത്തിൽ കണ്ടൊരു സിനിമയാണ്. നിങ്ങൾക്ക് പലർക്കും ഇത് അനുഭവം ഉണ്ടായേക്കാം. IMDb റേറ്റിംഗ് 3.9 ഔട്ട് ഓഫ് 10. ശങ്കർ സംവിധാനം ചെയ്ത് കമലഹാസനായിട്ട് കൊടുത്ത ഒരു അടാറ് ബോംബാണെന്ന് പറയാം ഇന്ത്യൻ 2. അടുത്തത് കങ്കുവ. ഇപ്പൊ അടുത്ത് വന്ന സൂര്യയുടെ സിനിമകൾ എല്ലാം തന്നെ ഫ്ലോപ്പ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും ഒരു ഫ്ലോപ്പ് ആയിട്ടാണ് കങ്കുവ തോന്നിയത്. ശിവ ഡയറക്ട് ചെയ്ത്. IMDb റേറ്റിംഗ് 4.7 ഔട്ട് ഓഫ് 10 മാത്രമേ ഉള്ളൂ. ഇതും തിയേറ്ററിൽ ഒരു ബോംബായിട്ടാണ് വന്നിരുന്നത്. നമ്മുടെ സൂര്യക്ക് ശിവ അണ്ണൻ കൊടുത്തതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ 8 സിനിമകളും എനിക്ക് ബോറടിച്ച സിനിമകളായിരുന്നു. തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് AC മാത്രം കൊണ്ടിരുന്ന് ഉറങ്ങാനും പറ്റാത്ത ചില സിനിമകൾ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാശ് പോയ സിനിമകളായിരുന്നു. എന്റെ പേഴ്സണലി എനിക്കുള്ള അനുഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.